+1 റീവാലുവേഷൻ റിസൾട്ട് ഒത്തിരി കുട്ടികൾ ഈ വർഷം പ്രതീക്ഷിക്കുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കണക്കിന്റെ കാര്യത്തിൽ ഒത്തിരി കുട്ടികൾക്ക് മാർക്ക് കുറവുണ്ട്. മറ്റുള്ള ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം ഉണ്ട്. പക്ഷെ ഏറ്റവും മുന്നിലുള്ളത് നമ്മുടെ മാത്സ് ആണ്. അപ്പോൾ ഇനിയിപ്പോ നമുക്ക് +1 ഇംപ്രൂവ്മെന്റ് എക്സാം വരുന്നുണ്ട് ഒക്ടോബറിൽ. അപ്പൊ അത് എഴുതണോ വേണ്ടയോ എന്നുള്ളത് ഈ റീവാലുവേഷൻ കൊടുത്തിട്ടുള്ളവർക്ക് എന്തെങ്കിലും മാർക്കിന് വ്യത്യാസം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും. പക്ഷെ ഇത് എന്ന് വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം പഠിച്ചു തുടങ്ങണോ വേണ്ടയോ, ഇംപ്രൂവ്മെന്റിന് വേണ്ടി പഠിച്ചു തുടങ്ങണോ വേണ്ടയോ എന്നുള്ള കുട്ടികളുടെ കുറച്ച് കുഴപ്പങ്ങൾ. ഇനി കുറെ കുട്ടികൾ 1ഉം 2ഉം മാർക്കിനൊക്കെ ഫെയിൽ ആയിട്ടുണ്ട്. അവരിത് ജസ്റ്റ് ഒന്ന് പാസ്സായി കഴിഞ്ഞാൽ ചിലപ്പം അതങ്ങ് ഒഴിവാക്കിയിട്ട് +2 മാത്രമായിട്ടും പഠിക്കും. ഇങ്ങനെ കുറെ സ്ട്രാറ്റജീസുകളാണ് കുട്ടികളുടെ മനസ്സിലുള്ളത്. പക്ഷെ ഇതൊക്കെ നടപ്പാകണമെങ്കിൽ ഈ റിസൾട്ട് വരണം, +1 റീവാലുവേഷൻ റിസൾട്ട്. അപ്പോൾ ഇതിനുള്ള ഒരു ഇപ്പോഴത്തെ അപ്ഡേറ്റ് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇതിന്റെ വാലുവേഷൻ ഒന്നും തുടങ്ങിയിട്ടേ ഇല്ല എന്ന് പറയാൻ പേപ്പർ ഒരിടത്ത് മുന്നിൽ വെച്ചിട്ടില്ല എന്നർത്ഥം. നമുക്ക് ഏകദേശം ഈ ഓഗസ്റ്റ് 31 അത് എടുത്ത് വെക്കുള്ളൂ എന്നുള്ള സെപ്റ്റംബർ അത്രേ ഉള്ളൂ കേട്ടോ. ഓഗസ്റ്റ് 31 നമുക്ക് അതിന്റെ പേപ്പർ വാലുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നു. സെപ്റ്റംബർ സെക്കൻഡ് വീക്കില് അതിന്റെ റിസൾട്ടും വരുമെന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിനുള്ള ഫീസ് അടയ്ക്കേണ്ട സമയമായേക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്കുള്ള കുഴപ്പങ്ങൾ, ഇംപ്രൂവ്മെന്റിന് ചിലപ്പോൾ നമ്മൾ ഫീസ് അടയ്ക്കും. റീവാലുവേഷൻ മാർക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ ഫീസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ എത്രയും വേഗം ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഇംപ്രൂവ്മെന്റ് റിസൾട്ടിന്റെ കാര്യം. കാരണം പല കുട്ടികൾക്ക് അല്ലെങ്കിൽ പൈസ നഷ്ടമാവും. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കണമെങ്കിൽ ഇത് നേരത്തെ തന്നെ വരുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസുകളും അതുപോലെ നോട്ടിഫിക്കേഷൻസും ഒക്കെ കൃത്യമായിട്ട് നിങ്ങളിൽ എത്തിച്ചിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.